ജന്മനാ ശാരീരികമായ വൈകല്യങ്ങളോടെ ജനിക്കപ്പെട്ട എനിക്ക് ചില ദിവസങ്ങൾ മാത്രമായിരുന്നു വൈദ്യശാസ്ത്രം വിധി എഴുതിയത്. വളരുന്ന കുഞ്ഞിൻ്റെ സ്പൈനൽ കോഡ് ശരിയായി വികസിപ്പിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്ന മെനിഞ്ചോസിൽ എന്ന രോഗത്താൽ ജനിക്കപ്പെട്ട എനിക്ക് ഓർപ്പിച്ചതുപോലെ ചില ദിവസങ്ങൾ മാത്രമാണ് വൈദ്യശാസ്ത്രം വിധി എഴുതുന്നത്. ചില ദിവസങ്ങൾ ജീവിച്ചാൽ തന്നെയും മെഡിസിൻ്റെ സപ്പോർട്ടോടി മാത്രമേ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഒരു കാര്യം കൂടി അവർ ഓർപ്പിച്ചു, ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുവാനിടയുണ്ട്. പല കാര്യം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് എൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ അവരുടെ സ്ഥിര പരിചയത്തിലും അവരുടെ പഠനത്തിൻ്റെ മികവിലുമാണ്. എന്നാൽ ആ അതിൽ തന്നെ അന്തം കാണുവാൻ കഴിയുന്ന സകലത്തിനും മതിയായവനായ കർത്താവിന് ഒന്നും അസാധ്യമല്ലാത്തതാകയാൽ ചില ദിവസങ്ങൾ മാത്രമേ ജീവിക്കൂ എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുമ്പോൾ എനിക്ക് 31 വയസ്സുണ്ട്. കഴിഞ്ഞ ദീർഘമായ 31 വർഷങ്ങൾ നിരവധി പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് ജീവിതയാത്രയിൽ വന്നിട്ടുണ്ട്. എങ്കിലും അവിടെയൊന്നും അടിപതറാതെ വീണു പോകാതെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ കർത്താവ് ഇന്നയോളം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി ആ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം പുറത്തുണ്ടായിരുന്ന മുഴ സർജറി ചെയ്യുവാനായിട്ട് നീക്കം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. തൽഫലമായിട്ട് പുറത്തുനിന്നുള്ള നട്ടലിൽ നിന്നുള്ള ഫ്ലൂയിഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ മറ്റൊരു രോഗത്തിനൂടെ പിടിയിലായി. ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞാൽ തല വളരുന്ന ഒരസുഖം. ഈ വളരുന്ന അസുഖവുമായി ജനിക്കപ്പെട്ട ആരും കുറച്ച് ദിവസത്തിനകം അല്ല 3.5 വയസ്സിനപ്പുറം ഒരിക്കൽ പോലും ജീവിച്ചിരുന്നില്ല. മാത്രമല്ല അവരാരെങ്കിലും ജീവിച്ചിരുന്ന അത്രയും സമയം പോലും അവരുടെ തല നേരെ നിൽക്കത്തില്ല. മനുഷ്യ ശരീരം അല്ലെങ്കിൽ മാനുഷിക രൂപം അവർക്ക് ലഭ്യമല്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആ വിധത്തിലാണ് ഡോക്ടേഴ്സ് അങ്ങനെ വിധി എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നെ കുറിച്ച് അവിടുത്തേക്ക് ഉദ്ദേശമുള്ളതാകിയാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവിടുന്ന് എന്നെ കണ്ടതാകയാലും അവിടുത്തേക്ക് എന്നെ കുറിച്ച് അനാദി നിർണയത്താൽ ഒരു നിർണയം നിർണയിച്ചിരിക്കുന്നതാകയാലും കർത്താവ് എന്നോട് കൂടെ ഇരിപ്പാനായിട്ട് ഇടയായി തീർന്നു. തല വളരുവാൻ തുടങ്ങി. അങ്ങനെ തലയിൽ നിന്ന് ട്യൂബ് നട്ടൽ വഴി തലയിലേക്ക് ട്യൂബ് ഘടിപ്പിക്കുവാനായിട്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് ഒക്കെ ട്യൂബ് ഘടിപ്പിച്ചിടുവാനായിട്ട് ഇടയായി തീർന്നു. അത് 15 ദിവസം കഴിയുമ്പോൾ മാറ്റിയിടണം. ഒരു സൈഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ അടുത്ത സൈഡ് മാറ്റിയിടണം. ഇവിടെ ഇന്നും എനിക്ക് ഒരു പാട് അതിൻ്റെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു സൈഡ് ഇൻഫെക്ഷൻ ആകുവാനായിട്ട് റൈറ്റ് വെൻട്രിക്കിൾ വഴിയാണ് അത് ഇടുന്നത്. ഈ വലത്തെ വെൻട്രിക്കിൾ വഴി അതിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അത് ഇൻഫെക്ഷൻ ആകുവാനായിട്ട് ഇടയായി തീർന്നു. ഇൻഫെക്ഷനായ ആ ട്യൂബ് മാറ്റി ഇടത്ത ഭാഗത്തേക്ക് ഇടണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം കേട്ടിട്ട് എൻ്റെ മാതാപിതാക്കൾ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിരുന്നു. ആ ഡോക്ടേഴ്സ് നിർദ്ദേശം പറയുമ്പോൾ അവർ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു, അതിട്ടില്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇടുകയില്ല എന്നുള്ള നിർബന്ധം എൻ്റെ മാതാവ് പിടിച്ചപ്പോൾ എൻ്റെ അങ്കിളിനെ വിളിച്ച് അവർ പിക്ചറൊക്കെ വരച്ച് കാണിച്ചു. ഈ ട്യൂബ് ഇടാതിരുന്നാൽ ഉണ്ടാകാനിടയുള്ള ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി അല്ലെങ്കിൽ പരിണിത ഫലത്തെപ്പറ്റി അവരെൻ്റെ മാതാവിനെ വിളിച്ച് കരച്ചൊക്കെ കാണിക്കുവാനായിട്ട് ഇടയായി, വളരെ ശകാരിക്കുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിലുള്ള തികഞ്ഞ ആശ്രയത്തിൻ്റെ വെളിച്ചത്തിലും ആ പ്രാർത്ഥനയുടെ ആ ഉറപ്പിലും ട്യൂബിന് ഇടണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ട്യൂബ് ഇടുകയും അപ്പോൾ തന്നെ മെഡിസിൻ എടുക്കുകയും മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയാത്തത് കൊണ്ട് അവർ ട്യൂബിന് ഇടണ്ട, മെഡിസിൻ ഉപയോഗിക്കേണ്ട എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയങ്ങളിൽ പ്രിയ ഓസ്റ്റൻ ഓർപ്പിച്ചതുപോലെ കലവരത്ത് എൻ്റെ അങ്കിളും കുടുംബമായി താമസിക്കുന്നുണ്ട്. എൻ്റെ ആൻറ്റി ഒത്തിരി കഷ്ടതയുടെ നടുവിലൂടെ കർത്താവിനെ അറിഞ്ഞ വ്യക്തിത്വമാണ്. ആൻറ്റി പലപ്പോഴും അവിടെ ദൈവദാസന്മാരൊക്കെ അവിടെ ഇടങ്ങളിൽ വരുമ്പോൾ വിളിച്ച് എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പതിവ് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ ഒരു ദൈവദാസൻ വന്നപ്പോൾ എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു. എൻ്റെ തലയ്ക്ക് വേണ്ടി കൈവച്ചു താൻ പ്രാർത്ഥിച്ചു.
അന്ന് എൻ്റെ തലയ്ക്ക് കർത്താവ് പൂർണ്ണമായ സൗഖ്യം ലഭ്യമാക്കുവാനായിട്ടിടയായി. അത് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല. എന്ന് വീണ്ടും എൻ്റെ മാതാപിതാക്കൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും കൊണ്ടു ചെന്നു. പക്ഷേ തലയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. നമ്മുടെയൊക്കെ അവിശ്വാസമല്ലേ? എത്ര വർഷം വിശ്വാസത്തിൽ ജീവിച്ചാലും വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞാലും പലപ്പോഴും നമ്മൾ അല്പവിശ്വാസികളായിട്ടാണ് മാറുന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. പാസ്റ്റർ തലയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, കാലിന് വേണ്ടി ഒന്നൂടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യമേ പ്രാർത്ഥിക്കത്തുള്ളൂ, ആ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സൗഖ്യം ലഭ്യമാക്കും എന്ന് പറഞ്ഞ ഒരു ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായിട്ട്. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. കട്ടിലിൽ നിന്ന് താഴെ വീഴാൻ പാടില്ല, തലയ്ക്കൊരു വിധത്തിലും ക്ഷതമേൽക്കുവാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ഡോക്ടേഴ്സ് നിർദ്ദേശം. അതുകൊണ്ട് തറയിൽ മാത്രമേ കിടത്താവൂ, എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് അവരുടെ നിർദ്ദേശം. ഒരു ദിവസം രാത്രിയിൽ, യാദർച്ഛികം എന്ന് പറഞ്ഞാലും ദൈവത്തിനൊന്നും യാദർച്ഛികമല്ലല്ലോ, ഒരു ദിവസം എന്നെ കട്ടിലിൽ കിടത്തിയിട്ട് എൻ്റെ മാതാവും എൻ്റെ അമ്മച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാര്യങ്ങൾക്കായി പോകുവാനായിട്ടിടയായത്. ആ പോയ നിമിഷത്തിൽ ഉറങ്ങിക്കിടന്ന ഞാൻ കട്ടിൽ നിന്ന് താഴേക്ക് വീഴുവാനായിട്ട് ഫിക്സ് വരും എന്നുള്ളത് കൊണ്ടാണ് കട്ടിൽ നിന്ന് താഴെ വീഴരുത്, തലയ്ക്കൊരു വിധത്തിലൊരു ക്ഷതം അനുഭവിക്കരുത് എന്ന് പറയുന്നത്. ഒരു ദിവസം അങ്ങനെ ഞാൻ കട്ടിൽ നിന്ന് താഴെ വീണു. പെട്ടെന്ന് അവർ എന്നെ ഹോസ്പിറ്റലിലേക്ക്, അടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് എയ്ഡൊക്കെ നൽകിയ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ ഏറ്റവും അറിയുന്ന ഏറ്റവും പ്രിയമുള്ള ഡോക്ടറാണ്, ആൾ പോയി, ഇനി നിങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. അവർ അതിന് 2 ആഴ്ച മുമ്പേ ഒരു ദൈവദാസിയിലൂടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കലയപുരത്ത് വന്ന ഒരു ദൈവദാസി വീട്ടിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അവരോട് വന്നു. മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും പ്രിയ ജോയമ ആൻറ്റിയാണ്, സിസ്റ്റർ ജോയമ വർഗീസ്. ആ പ്രിയ ആൻറ്റി ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൂത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. മരിക്കത്തക്ക രോഗങ്ങൾ ഉണ്ടാകും, എന്നാലും മരിക്കില്ല. കർത്താവിന് അവനെക്കുറിച്ച് ഉദ്ദേശമുണ്ട്, അവനെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ അവിടുത്തേക്ക് പദ്ധതിയുണ്ട് എന്ന വാക്ക് ഓർപ്പിക്കുവാനായിട്ടിടയായിരുന്നു. അതിന് ശേഷമാണ് ഈ കട്ടിൽ നിന്ന് താഴെ വീഴുകയും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോടുകയൊക്കെ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ കിട്ടിയ വിവരം, ആൾ പോയി, ഇനി നിങ്ങൾ വേറൊരിടത്തേക്ക് കൊണ്ടുപോകണ്ട. എന്നാൽ മനസ്സിൻ്റെ അകത്ത് അങ്കുരിച്ച ആ ആത്മവിശ്വാസം, ദൈവത്തിലുള്ള ആഴമായ ആശ്രയവും വിശ്വാസവും മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ എൻ്റെ മാതാവിനെ പ്രേരിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വാഹനവുമായി എന്നെ കൊണ്ടുപോകാനായിട്ടിടയായിരുന്നു. പകുതി സ്ഥലമൊക്കെ ആയപ്പോഴത്തേക്കും തികച്ചും നിശ്ചലമായ നിർജീവമായൊരു ശരീരത്തെ അവർ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ അവർ മുമ്പോട്ട് വാഹനവുമായി പോയി. പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ കട്ടിലിൽ കൊണ്ട് എന്നെ കിടത്തിയ മാത്രയിൽ നിശ്ചലമായി നിർജീവമായി കിടന്ന 2 കരങ്ങളും ഞാൻ ചേർത്തടിക്കുവാനായിട്ട് ഇടയായി ചേർന്നു. അതേ പ്രിയരെ, വൈദ്യശാസ്ത്രം നമുക്കെതിരെ പല വിധികളും കൽപ്പിച്ചേക്കാം, വൈദ്യശാസ്ത്രങ്ങൾ നാം മരിച്ചു എന്ന് പറഞ്ഞേക്കാം, നമ്മെ കൊണ്ട് ഇനി ഒരു ഉപകാരവും ആർക്കും ഉണ്ടാകില്ലെന്ന് പറഞ്ഞേക്കാം. എന്നാൽ അവിടുത്തേക്ക് നമ്മെക്കുറിച്ചൊരു നിർണയമുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് വേണ്ടി ഏത് മരണത്തിൻ്റെ അവസ്ഥയിലും ദൈവദാസൻ അർപ്പിച്ചതുപോലെ ഏത് ചീച്ചൂളയിലും ഏത് സിംഹത്തിൻ്റെ ഗുഹയിലും ഇറങ്ങി വന്ന് ഏൽക്കാതെ നമ്മെ സൂക്ഷിക്കുവാൻ കരുതുവാൻ സർവശക്തനാണ് എന്ന് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എനിക്ക് ഉച്ചസ്ഥലം പറയുവാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേട്ടറിവിലും കണ്ടറിവിലും പ്രസംഗിച്ചാൽ അത് വാക്കുകളുടെ പ്രകടനമായി മാത്രം ഇരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പ്രസംഗത്തെ മറ്റൊരു ഉജ്ജ്വല പ്രസംഗം കൊണ്ട് കണ്ണിക്കാം, ഒരു പ്രവചനത്തെ മറ്റ് ഗംഭീരമായൊരു പ്രവചനം കൊണ്ട് കണ്ണിക്കാം, ഒരു പ്രബന്ധത്തെ മറ്റൊരു പ്രബന്ധം കൊണ്ട് കണ്ണിക്കുക, എന്നാൽ അനുഭവത്തെ മറ്റൊന്നിനും കണ്ണിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ കർത്താവ്, എന്നെ നടത്തിയ കർത്താവ് നിങ്ങളെ നടത്തുവാൻ സർവശക്തനാണ്.